equation with parenthesis. Parenthesis means bracket. 2 multiply x plus 4 equal 12. 2 തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, 4 കോൺസ്റ്റൻറ്റ്, 12 കോൺസ്റ്റൻറ്റ് അല്ലേ. ആദ്യം ഒരു ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് തന്നാൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് തന്നിട്ടുള്ള നമ്പർ കൊണ്ട് നമ്മൾക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ഇതാണ് 2 multiply x, 2x plus 2 multiply 4, 4 2s are 8 equal 12 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി കോഎഫിഷ്യൻറ്റ്, വേരിയബിൾ, കോൺസ്റ്റൻറ്റ്സ്. ഇനി നോർമൽ ചെയ്യുന്ന സ്റ്റെപ്പ്, ഫസ്റ്റ് എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് മൂവ് ചെയ്യണം, അതിനുശേഷം കോഎഫിഷ്യൻറ്റ് മൂവ് ചെയ്യണം. 2x ഈക്വൽ 12 മൈനസ് 8. ഇവിടെ പ്ലസ് 8 ആണ്, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവുന്നു? -8. 2x ഈക്വൽ 12 മൈനസ് 8 എത്രയാ? 12 മൈനസ് 8 എത്രയാ? 4. ദെൻ x ഈക്വൽ 4 ഡിവൈഡഡ് 2 ഈക്വൽ 2. Okay, 4 divided by 2 equal 2. So this is the answer. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇക്വേഷൻ വിത്ത് പാരന്തസിസ്, ബ്രാക്കറ്റ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഒരു ബ്രാക്കറ്റ് തന്നാൽ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ബ്രാക്കറ്റിൽ ഉള്ളിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്യാം. 3 into n 3n minus 5 3s are 15 equal 21. 3n equal 21 plus 15 minus 15 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവുന്നു? plus 15. n equal 3n equal 636. n equal 36 divided by 3 equal 12. So answer is 12. Okay. ഇക്വേഷൻ വിത്ത് ബ്രാക്കറ്റ് വരുമ്പോൾ എങ്ങനെയാണെന്ന് ഉള്ളതാണ് ഈ പ്രോബ്ലംസ്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബോത്ത് സൈഡ്സും വേരിയബിൾസ് എങ്ങനെയാണ് വരുന്നത് അത് നോക്കാം. ഓക്കെ, വേരിയബിൾസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.